ഹലോ, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസത്തുള്ള കുറച്ച് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പം എന്നും പതിവ് തന്നെ നേരത്തെ നീച്ച് പുറത്തൊക്കെ കണ്ടേ നല്ല ഇരുട്ടൊക്കെയാണ് കേട്ടോ. സൂര്യൻ ഉദിച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പത്തിന് ഞാൻ നീച്ചിട്ട് ചോറിനുള്ള തീയൊക്കെ കത്തിച്ചു. അപ്പം തീയാണെന്നുണ്ടെങ്കിൽ കത്തണില്ല കേട്ടോ, അങ്ങനെ പുകഞ്ഞും കൊണ്ടൊക്കെ കിടക്കുക കേട്ടോ. എത്ര കത്തിച്ചാലും ദേഷ്യം വരാൻ തുടങ്ങി. അപ്പം എല്ലായിടത്തും നല്ല മഴയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒടുക്കത്തെ മഴ തന്നെയാണ് കേട്ടോ, ഭയങ്കര മഴയൊക്കെ തന്നെയാണ്. ഇപ്പം മഴ കുറച്ച് തോർന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പോണുണ്ട്, അങ്ങനെയൊക്കെയാണ്. എന്തായാലും നല്ല മഴയാണ്. അപ്പം അങ്ങനെ തീയൊക്കെ ഒന്ന് കത്തി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചായയല്ല കാപ്പി വെക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് എല്ലാ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണില്ല, കാരണം ഇന്നത്തെ ദിവസം എൻ്റെ ഭയങ്കര മോശമായിട്ടുള്ള ദിവസമാണ് കേട്ടോ. കാരണം പീരിയഡ്സ് ഒക്കെ ആയ കാരണം കൊണ്ട് തന്നെ തീരെ വയ്യ. അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഇല്ല. എന്നാലും ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കിച്ചുവിന് കൊണ്ടുപോകാനുള്ള പഴം എന്താ അരിഞ്ഞിട്ട് ഞാനിതാ നെയ്യിലിട്ടിട്ട് എന്നും എപ്പോഴും അല്ല, ഇടയ്ക്ക് ചെയ്യാറുള്ള പോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് ഇന്ന് അവന് കൊടുത്തയക്കണത് കേട്ടോ. പിന്നെ ഉള്ളിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സവാളയും ഒക്കെ ഇട്ട് വഴറ്റി കൊടുത്തിട്ട് ഉള്ളിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളിച്ചോറിനുള്ള ചോറ് ഇതാ ഇവിടെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചോറ് മൊത്തം അവന് കൊണ്ടുപോകാനുള്ളതല്ല കേട്ടോ, കുറച്ച് തുമ്പിക്കുട്ടിക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിച്ചോറൊക്കെ അങ്ങനെ റെഡിയാക്കി കിച്ചുവിനെയൊക്കെ പറഞ്ഞയച്ചു കേട്ടോ. വീഡിയോ എടുക്കാൻ തീരെ വയ്യാത്ത കാരണം കൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാതെ ഇരുന്നിട്ടോ ഞാൻ. ഇടയ്ക്കത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ അവന് പോയ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം തുടയ്ക്കാൻ കേട്ടോ, നിലമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് ഇല്ല കേട്ടോ, അതാണ് ഇങ്ങനെ ഇരുട്ട്. ഞങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഇല്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ കേട്ടോ. പകലാണെന്നുണ്ടെങ്കിലും നല്ല ഇരുട്ടാട്ടോ റൂമിൻ്റെ ഉള്ളിലും അകത്തൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഈ പുറത്ത് മാത്രമേ ഇപ്പോൾ വെളിച്ചമുള്ളൂ കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടീനെ കൊണ്ടാക്കിയിട്ടില്ല, അവളെ ഇനി കൊണ്ടാക്കണം അംഗനവാടിക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ എൻ്റെ ഭയങ്കര മോശമായിട്ടുള്ള ദിവസമാണ് കേട്ടോ. പിന്നെ നമ്മൾ 2 ദിവസം ആയല്ലോ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിലമൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. തീരെ വയ്യെങ്കിലും ചെയ്യന്നെ, അല്ലാണ്ട് അപ്പോൾ വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം തുണിയോട് തിരുമ്പാൻ, മുറ്റടിക്കാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. മഴ കാരണം കൊണ്ട് മുറ്റമൊന്നും അടിച്ചിട്ടില്ല. ഇപ്പം മഴയൊക്കെ ഒന്ന് തോർന്ന് നിന്നപ്പോൾ ഞാൻ വേഗം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. മഴ കാരണം പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ. നമ്മൾ മഴ പെയ്തിട്ട് ഒരു 5 മിനിറ്റ് തോർന്ന് നിൽക്കും. ആ 5 മിനിറ്റ് നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റണമെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ മഴ വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് വേഗം പാത്രങ്ങൾ ആദ്യം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പാത്രം കഴുകാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. നമുക്ക് പാത്രങ്ങൾ അടുക്കളയിൽ എപ്പോഴും യൂസ് ചെയ്യണ്ടേ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ മഴ കാരണം കൊണ്ട് എല്ലാം യൂസ് ചെയ്തിട്ട് അങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് കഴുകി. പിന്നെ കുറച്ച് കായും കിഴങ്ങും ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഉപ്പേരി വെച്ചു. അപ്പോൾ ഉപ്പേരി വെച്ചിട്ട് അത് വറുത്തിട്ടിട്ടില്ല കേട്ടോ. വറുത്തിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചൊക്കെ വേവിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പപ്പടം, കുറച്ചല്ല 2-3-4 പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പപ്പടം വറുത്തിട്ട് ആ എണ്ണയിൽ അങ്ങോട്ട് ഉപ്പേരിക്ക് വറുത്തിടാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ പപ്പടം കാച്ചിയാണ് കേട്ടോ. അപ്പോൾ അത് പപ്പടം മുറിഞ്ഞിരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറുതായിട്ടൊരു നനവ് ഉണ്ടായിരുന്നു, അത് ഞാൻ മുറിച്ചിട്ട് ഇങ്ങനെ കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ എണ്ണയിൽ തന്നെ ഉപ്പേരിക്കുള്ളത് വറുത്തിട്ടു. അങ്ങനെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തുമ്പിക്കുട്ടീനെയൊക്കെ കൊണ്ടാക്കി ഇങ്ങോട്ട് കയറി വന്നതും ഭയങ്കര മഴ കേട്ടോ. ഞങ്ങൾ ആ പോണ നേരത്ത് മാത്രമൊന്നും മഴ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ മഴ അങ്ങനെ ചാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല മഴ വരുന്നുണ്ട്. മഴ ഇപ്പം ചാറിന് നോക്കിയിട്ട് കാര്യം നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, പിന്നെ മഴ അങ്ങനെ കൂടി വരാൻ തുടങ്ങി. പിന്നെ നിൽക്കണമെന്നില്ല കേട്ടോ മഴ. തുമ്പീനാണെന്നുണ്ടെങ്കിൽ അംഗനവാടിയിൽ കൊണ്ടാക്കും ചെയ്തു ഞാൻ. അത് മാത്രമല്ല കേട്ടോ, മഴ എന്ന് പറഞ്ഞാൽ എമ്മാതിരി മഴയെന്നറിയോ, ഭയങ്കര സൗണ്ട് കേട്ടോ മഴയ്ക്ക്. മഴത്തുള്ളികളൊക്കെ വലിയ തുള്ളികൾ കേട്ടോ. അങ്ങനെ നല്ല പെരുമഴയാണ് കേട്ടോ പെയ്യണ്.
പിന്നെ ഇന്നത്തെ ദിവസം അങ്ങനെ ഫുള്ള് മഴ തന്നെയായിരുന്നു കേട്ടോ. വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. കുട്ടികൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ കടന്നു ഉറങ്ങി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്താണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഏട്ടൻ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഏട്ടൻ ചിക്കനൊക്കെ കഴുകി തരികയൊക്കെ ചെയ്തു കേട്ടോ. ആ ലെഗ് പീസ് 2 മുറിക്കാതെ വാങ്ങിച്ചാണ് കേട്ടോ വറക്കാൻ വേണ്ടിയിട്ട്. എന്താ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി. അവർക്ക് ഇങ്ങനെ ലെഗ് പീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കടിച്ച് വലിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ അത് അവർക്ക് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചട്ടിയിൽ ഞാൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നാളെ എന്തായാലും നല്ലൊരു വീഡിയോ ഇട്ട് എന്തായാലും വരും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.